ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITയുടെ ഭാഗത്തു നിന്ന് നാലാമത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ശബരിമല തിരുവാഭരണം മുൻ കമ്മീഷണറായ KS ബൈജു ആണ് ഫ്ളാറ്റിൽ നിന്നും അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ബൈജുവിനെ ഇപ്പോൾ ഇഞ്ചക്കലിലെ SIT ഓഫീസിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അനന്തൻ തുടരുന്നുണ്ട്. അനന്തൻ, ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, സുധീഷ് കുമാർ, ഇപ്പോൾ KS ബൈജു. ഏകദേശം ഒരു ചിത്രം തെളിഞ്ഞു വരികയാണ്. തീർച്ചയായിട്ടും ദിവിഷ്, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 2 കേസുകളാണ്. അത് ഒന്ന് ദ്വാരപാലക പാളികൾ കവർച്ച ചെയ്ത കേസാണ്, മറ്റൊന്ന് ഈ കട്ടളപ്പാളിയും ഒപ്പം വാതിലും തട്ടിയെടുത്തു എന്നുള്ള കേസാണ്. ഈ 2 കേസിലുമായിട്ടാണ് ഇപ്പോൾ 2019 ദേവസ്വം തിരുവാഭരണം കമ്മീഷണറായിരുന്ന KS ബൈജു അറസ്റ്റിലായിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടത് 4ാമത്തെ അറസ്റ്റാണ്. ആദ്യം അറസ്റ്റിലായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അതിനുശേഷം എക്സിക്യൂട്ടീവ് ഓഫീസറും നേരത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും ഒക്കെ ആയിരുന്ന മുരാരി ബാബു അറസ്റ്റിലാകുന്നു. അതിനുശേഷം ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറിനെയും അറസ്റ്റ് ചെയ്യുന്നു. അതിനു പിന്നാലെയാണ് ഈ കേസിൽ ഒരു പ്രധാന പങ്കുണ്ട് എന്ന് SIT സംശയിക്കുന്ന KS ബൈജുവിനെ കൂടി, അന്നത്തെ തിരുവാഭരണം കമ്മീഷണറായിരുന്നു KS ബൈജുവിനെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ചിത്രം വ്യക്തമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്ത മുഴുവൻ ഉദ്യോഗസ്ഥരെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് നേരത്തെ തന്നെ SIT എത്തിയിരുന്നു. അപ്പോൾ ഓരോരുത്തരുടെ പങ്ക് മനസ്സിലാക്കി വ്യക്തമായതിനു ശേഷമാണ്, അവർക്കെതിരെയുള്ള തെളിവുകൾ ശക്തമാക്കിയതിനു ശേഷമാണ് ഈ അറസ്റ്റ് നടപടികളിലേക്ക് പോകുന്നത്. അപ്പോൾ നേരത്തെ അറസ്റ്റിലായവരെ മുഴുവൻ ചോദ്യം ചെയ്ത് അവരിൽ നിന്ന് മുഴുവൻ വിവരങ്ങളും ഏറ്റെടുത്ത ശേഷം ആണ് ഇപ്പോൾ KS ബൈജുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ സ്വർണം ചെമ്പാക്കുന്ന ഒടിവിദ്യ അത് പ്രയോഗിച്ച ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അങ്ങനെ ഒരു ഒടിവിദ്യ നടത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടിയാണ്. അതിൽ അന്താരാഷ്ട്ര തലം വരെ നീളുന്ന ഒരു കള്ളക്കടത്ത് സംഘത്തെ വരെ ഹൈക്കോടതി സംശയിക്കുന്നുണ്ട്. അപ്പോൾ വലിയ കൊള്ളയുടെ താഴെത്തട്ടിൽ പ്രവർത്തിച്ച ആൾക്കാരെയാണ് ഇപ്പോൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത്. ശരിയാണ്. ഹൈക്കോടതിയുടെ കൃത്യമായ മേൽനോട്ടത്തിൽ നിരീക്ഷണത്തിൽ നടക്കുന്ന SITയുടെ അന്വേഷണം അത് കൃത്യമായി ആളുകളെ ഈ കേസിന്റെ ഭാഗമായി അറസ്റ്റ് അടക്കമുള്ള നടപടികൾ രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. 4ാമത്തെ അറസ്റ്റ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, സുധീഷ് കുമാർ, ഇപ്പോൾ KS ബൈജു തിരുവാഭരണം മുൻ കമ്മീഷണർ, അങ്ങനെ 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ബൈജുവിനെ ഇപ്പോൾ ഇഞ്ചക്കലിലെ ഓഫീസിൽ എത്തിച്ചിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവരുടെ ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്കാണ് SIT സംഘം പോകുന്നത്. കേസിലെ അതിനിർണായകമായ അറസ്റ്റാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്.